സുഹൃത്തുക്കളെ, ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം വളരെ ചെറിയ ഒന്നായിരിക്കും. സത്യം ഇതാണ്: ഭൂരിഭാഗം ആളുകളും ദരിദ്രരായി തുടരുന്നത് അവർക്ക് പണം സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് പണം നിലനിർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാ മാസവും ശമ്പളം വരുന്നു. കുറച്ച് ദിവസത്തേക്ക് നല്ല സന്തോഷമായിരിക്കും. നമ്മൾ ചിന്തിക്കും, ഇത്തവണയെങ്കിലും കുറച്ച് പണം മാറ്റിവെക്കാമെന്ന്. പക്ഷേ പതുക്കെ പതുക്കെ അതേ പണം ചെറിയ ചെറിയ ചിലവുകളിലൂടെ അപ്രത്യക്ഷമാകും. ഓൺലൈൻ ഷോപ്പിംഗ്, പുറത്തുനിന്നുള്ള ഭക്ഷണം, ആവശ്യമില്ലാത്ത സാധനങ്ങൾ. അങ്ങനെ മാസാവസാനമാകുമ്പോൾ പഴയ അതേ ചോദ്യം വരും: പണം എവിടെ പോയി എന്ന് ഒരു പിടിയുമില്ല. ഈ കഥ നിങ്ങളുടേതോ എന്റേതോ മാത്രമല്ല, കോടിക്കണക്കിന് ആളുകളുടെ കഥയാണിത്. എന്നാൽ ഈ ലോകത്ത് കുട്ടിക്കാലത്ത് തന്നെ ഈ രഹസ്യം മനസ്സിലാക്കിയ ഒരാളുമുണ്ട്. മറ്റു കുട്ടികളെപ്പോലെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാതെ ഓരോ നാണയത്തൊട്ടും ഒരു നിധി പോലെ സൂക്ഷിച്ച ഒരു കുട്ടി. ആ കുട്ടിയായിരുന്നു വാറൻ ബഫറ്റ്. ഇന്ന് അതേ കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിലും ഏറ്റവും ബുദ്ധിമാന്മാരായ നിക്ഷേപകരിലും ഒരാളായി എണ്ണപ്പെടുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യമെന്താണെന്നാൽ, കോടിക്കണക്കിന് ഡോളർ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും വളരെ ലളിതമാണ്. ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ അതേ വീട്ടിലാണ് അദ്ദേഹം ഇന്നും താമസിക്കുന്നത്. അദ്ദേഹം ഇന്നും അനാവശ്യ ചിലവുകളിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു എന്നതല്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി പണം സംരക്ഷിക്കാനുള്ള കല അദ്ദേഹം പഠിച്ചു എന്നതാണ്. വാറൻ ബഫറ്റ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: ചെറിയ തുകകളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വലിയ തുകകൾ ഒരിക്കലും നിങ്ങളുടെ കൈകളിൽ നിൽക്കില്ല. ഇനി നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ: ബഫറ്റിനെ കോടീശ്വരനാക്കി മാറ്റിയ അതേ ശീലങ്ങൾ നിങ്ങളും പഠിച്ചാലോ? പണം എന്നത് കേവലം ചിലവാക്കാനുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിർമ്മിക്കാനുള്ള ഒരു ആയുധമാണെന്ന് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിച്ചു തുടങ്ങിയാലോ? ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം പതുക്കെ മാറാൻ തുടങ്ങും. ഒരുപക്ഷെ പണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയാൻ തുടങ്ങും. കുറച്ചു വർഷങ്ങൾക്കുശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഈ കാര്യങ്ങൾ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ എന്ന്. ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വാറൻ ബഫറ്റിന്റെ പണം ലാഭിക്കുന്നതിനുള്ള 10 ശീലങ്ങളാണ്. അത് സാധാരണമായി തോന്നാമെങ്കിലും അവയുടെ ശക്തി അസാധാരണമാണ്. വിശ്വസിക്കൂ, ഇതിൽ ചില ശീലങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ഇന്നിവ മനസ്സിലാക്കുകയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങിയേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം അവസാനത്തെ ശീലം വാറൻ ബഫറ്റ് തന്റെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പണത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറിയേക്കാം. ഇതുപോലുള്ള പാഠങ്ങൾ നൽകുന്ന കഥകളും പുസ്തകങ്ങളുടെ സംഗ്രഹങ്ങളും തുടർന്നും ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ തീർച്ചയായും അമർത്തുക. ഇനി നമുക്ക് തുടങ്ങാം. വാറൻ ബഫറ്റിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തവുമായ പണം ലാഭിക്കുന്ന ശീലത്തിൽ നിന്ന്. ഹാബിറ്റ് 1: ആദ്യം സമ്പാദിക്കുക, പിന്നെ ചിലവാക്കുക. ബഫറ്റിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തവുമായ ശീലം ഇതാണ്. അദ്ദേഹം എപ്പോഴും ആദ്യം സമ്പാദിക്കുന്നു, അതിനുശേഷം മാത്രമേ ചിലവാക്കുന്നുള്ളൂ. കേൾക്കാൻ ഈ കാര്യം വളരെ സാധാരണമായി തോന്നാം. എന്നാൽ സത്യം ഇതാണ്: ഭൂരിഭാഗം ആളുകളും ഈ നിയമത്തിന്റെ നേരെ വിപരീതമായാണ് ജീവിക്കുന്നത്. ഇന്ന് മിക്ക ആളുകളും ആദ്യം ചിലവാക്കുന്നു, എന്നിട്ട് മാസാവസാനം എന്തെങ്കിലും ബാക്കി വന്നാൽ അതിനെ സമ്പാദ്യമെന്ന് വിളിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആളുകളെ പണം സ്വരൂപിക്കാൻ അനുവദിക്കാത്ത ഏറ്റവും വലിയ തെറ്റ് ഇതാണ്. ബഫറ്റ് പറയുന്നു, ചിലവാക്കിയതിനു ശേഷം ബാക്കി വരുന്നതിനെ സമ്പാദിക്കരുത്, മറിച്ച് സമ്പാദിച്ചതിനു ശേഷം ബാക്കി വരുന്നതിനെ ചിലവാക്കുക. ഈ ഒരൊറ്റ ശീലം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ചു. ബഫറ്റ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും ഈ നിയമം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം പത്രം വിറ്റു പണമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ആ പണം അദ്ദേഹം ഉടൻ തന്നെ ചിലവാക്കുമായിരുന്നില്ല. അദ്ദേഹം ആദ്യം ആ പണത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുമായിരുന്നു. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള പണം ഉപയോഗിച്ചിരുന്നുള്ളൂ. പതുക്കെ പതുക്കെ ഈ ചെറിയ ശീലം അദ്ദേഹത്തിൽ എത്രത്തോളം ശക്തമായി മാറിയെന്നാൽ അദ്ദേഹം തന്റെ എല്ലാ വരുമാനത്തിലും ആദ്യം സമ്പാദ്യത്തിന് ഇടം നൽകാൻ തുടങ്ങി. ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ശമ്പളം 20,000 രൂപയോ 50,000 രൂപയോ ആണെന്നിരിക്കട്ടെ. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? അക്കൗണ്ടിൽ പണം വരുമ്പോൾ തന്നെ നമ്മൾ വാടക, ബില്ലുകൾ, ഭക്ഷണം, മൊബൈൽ റീചാർജ്, ഷോപ്പിംഗ് തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ചിലവാക്കാൻ തുടങ്ങും. മാസാവസാനം 1000 രൂപയോ 2000 രൂപയോ ബാക്കി വന്നാൽ നമ്മൾ ചിന്തിക്കും, ഇതാണ് സമ്പാദ്യമെന്ന്. എന്നാൽ സത്യം ഇതാണ്: ഇത് സമ്പാദ്യമല്ല, മറിച്ച് ബാക്കി വന്ന പണമാണ്. ബാക്കി വരുന്ന പണം ഒരിക്കലും വലുതാകില്ല. ബഫറ്റിന്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം പറയുന്നു, പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുക. അത് 10%, 20%, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്രയോ ആകാം. നിങ്ങൾ ആദ്യം സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് സ്വയം ബാക്കിയുള്ള പണത്തിൽ നിങ്ങളുടെ ചിലവുകൾ ക്രമീകരിക്കാൻ പഠിക്കുന്നു. എന്നാൽ നിങ്ങൾ ആദ്യം ചിലവാക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ചിലവിനെ സാധാരണമായി കണക്കാക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. 2 സുഹൃത്തുക്കൾ ഉണ്ടെന്നിരിക്കട്ടെ. രണ്ടുപേരുടെയും ശമ്പളം 20,000 രൂപയാണ്. ആദ്യത്തെ സുഹൃത്ത് ശമ്പളം വന്നതിന് ശേഷം മാസം മുഴുവൻ ചിലവാക്കുകയും ബാക്കി വരുന്നതിനെ സമ്പാദ്യമായി കണക്കാക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സുഹൃത്ത് ശമ്പളം വന്നയുടനെ 5,000 രൂപ മാറ്റിവെക്കുകയും ബാക്കിയുള്ള 15,000 രൂപ കൊണ്ട് മാസം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു.
തുടക്കത്തിൽ രണ്ടുപേരുടെയും ജീവിതം ഏതാണ്ട് ഒരുപോലെ തോന്നും. എന്നാൽ ഇതേ ശീലം 5 വർഷം തുടർന്നാൽ വ്യത്യാസം വളരെ വലുതായിരിക്കും. രണ്ടാമത്തെ സുഹൃത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ 3 ലക്ഷത്തിലധികം രൂപ സമ്പാദിച്ചിട്ടുണ്ടാകും. ആ പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ചാൽ അത് ഇനിയും വേഗത്തിൽ വളരും. വാറൻ ബഫറ്റിനെ ലോകത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ചെറിയ ചിന്തയാണ്. അദ്ദേഹം ഒരിക്കലും ആദ്യം ചിലവാക്കാം, പിന്നീട് സമ്പാദിക്കാം എന്ന് ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും സമ്പാദ്യത്തെ തന്റെ ആദ്യത്തെ ഉത്തരവാദിത്തമായി കണക്കാക്കി. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പണം പതുക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്നത്. സത്യം ഇതാണ്, പണം ലാഭിക്കുന്നത് ഒരു പണക്കാരന്റെ ശീലമല്ല, മറിച്ച് ആ ശീലമാണ് ഒരാളെ പണക്കാരനാക്കുന്നത്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ തന്നെ ഒരു ചെറിയ നിയമമുണ്ടാക്കുക. പണം നിങ്ങളുടെ കയ്യിൽ വരുമ്പോൾ തന്നെ ആദ്യം അതിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുക. അത് ചെറിയ തുകയാണെങ്കിൽ കൂടിയും. ഓർക്കുക, തുടക്കത്തിൽ തുക ചെറുതായിരിക്കാം, എന്നാൽ ശീലം വലുതായിരിക്കണം. കാരണം ഈ ചെറിയ ശീലം വരും കാലങ്ങളിൽ നിങ്ങൾക്കായി വലിയ സമ്പത്തിലേക്കുള്ള വഴി തുറക്കും. ഇതാണ് ബഫറ്റിന്റെ ആദ്യത്തെയും ഏറ്റവും ശക്തവുമായ ശീലം. ഇത് പണത്തിന്റെ കാര്യത്തിൽ കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവരെക്കാൾ ഒരുപാട് പടികൾ മുന്നിലെത്തിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇത് ആദ്യത്തെ ശീലത്തേക്കാൾ കൂടുതൽ രസകരമാണ്. ഇത് മനസ്സിലാക്കിയ ശേഷം ഒരുപക്ഷെ നിങ്ങളുടെ പണം ചിലവാക്കുന്ന രീതി നിങ്ങൾ എന്നേക്കുമായി മാറ്റിയേക്കാം. ഹാബിറ്റ് 2 കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കരുത്. ബഫറ്റിന്റെ രണ്ടാമത്തെ ശീലം വളരെ സാധാരണമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് സ്വീകരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. പ്രകടനത്തിനു വേണ്ടി പണം ചിലവാക്കാതിരിക്കുക എന്നതാണ് ആ ശീലം. ഇന്നത്തെ ലോകത്ത് പലരും പണം ചിലവാക്കുന്നത് മറ്റുള്ളവർ തങ്ങളെ പണക്കാരായി കാണാൻ വേണ്ടിയാണ്. വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ഫോണുകൾ, വലിയ കാർ, ബ്രാൻഡഡ് സാധനങ്ങൾ. ആളുകൾ ഇവയെ കണ്ട് ആകർഷിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും ഇവയൊക്കെ ആവശ്യമില്ലാതെ വാങ്ങുന്നത്. എന്നാൽ ബഫറ്റിന്റെ ചിന്ത തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് ഡോളറുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലളിതമാണ്. നിരവധി പതിറ്റാണ്ടുകൾക്ക് മുൻപ് വാങ്ങിയ അതേ വീട്ടിലാണ് അദ്ദേഹം ഇന്നും താമസിക്കുന്നത്. പ്രകടനത്തിനു വേണ്ടി വില കൂടിയ സാധനങ്ങൾക്ക് അദ്ദേഹം ഒരിക്കലും പണം ചിലവാക്കിയിട്ടില്ല. ബഫറ്റ് വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ പണം ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യഥാർത്ഥ സമ്പത്തുണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. കാരണം പ്രകടനത്തിന്റെ ജീവിതം എപ്പോഴും പണത്തെ പുറത്തേക്കൊഴുക്കുന്നു. വലിയ പണക്കാരനാകാൻ പണം പതുക്കെ നിങ്ങളുടെ പക്കൽ ശേഖരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് നോക്കൂ. ശമ്പളം വളരെ കൂടുതലല്ലാത്ത നിരവധി ആളുകളുണ്ടാകും, എന്നാൽ അവരുടെ കയ്യിൽ തീർച്ചയായും വിലകൂടിയ ഫോൺ ഉണ്ടായിരിക്കും. പലരും ലോൺ എടുത്ത് ബൈക്കോ കാറോ വാങ്ങുന്നു. ഈ വ്യക്തി വളരെ വിജയകരമാണെന്ന് ആളുകൾ കണ്ടു പറയണം എന്നതിനു വേണ്ടി മാത്രം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പതുക്കെ തങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയാണ്. ബഫറ്റ് പറയുന്നു, പണക്കാർ ആദ്യം പണമുണ്ടാക്കുന്നു, അതിനുശേഷം ആവശ്യമെങ്കിൽ ചിലവാക്കുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും ആദ്യം ചിലവാക്കുന്നു, പിന്നീട് പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. പണക്കാരുടെയും സാധാരണക്കാരുടെയും ചിന്തയിലുള്ള വ്യത്യാസം ഇതാണ്. ഒരിക്കൽ ഒരാൾ ബഫറ്റിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പണക്കാരനായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ലളിതമായ ജീവിതം നയിക്കുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ ലളിതമായൊരു ഉത്തരം നൽകി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ള സാധനങ്ങൾ വൈകാതെ തന്നെ വിൽക്കേണ്ടി വരും. ഇത് കേൾക്കാൻ ചെറുതാണെങ്കിലും ഇതിനുള്ളിൽ വളരെ ആഴത്തിലുള്ളൊരു സത്യം മറിഞ്ഞിരിപ്പുണ്ട്. മനുഷ്യർ പ്രകടനത്തിനു വേണ്ടി പണം ചിലവാക്കുമ്പോൾ അവൻ പതുക്കെ തന്റെ ഭാവിയെ ദുർബലപ്പെടുത്തുന്നു. തുടക്കത്തിൽ ഈ ചിലവുകൾ ചെറുതായി തോന്നും, എന്നാൽ കാലക്രമേണ ഇതേ ചിലവുകൾ വലിയ പ്രശ്നമായി മാറുന്നു. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. 2 പേരുണ്ടെന്ന് കരുതുക. ആദ്യത്തെ വ്യക്തി എല്ലാ വർഷവും പുതിയ വില കൂടിയ ഫോൺ വാങ്ങുന്നു. ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കായി പണം ചിലവാക്കുന്നു, എപ്പോഴും മറ്റുള്ളവരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി സാധാരണ ഫോൺ ഉപയോഗിക്കുന്നു, ആവശ്യത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങുകയും ബാക്കി പണം ലാഭിക്കുന്നതിലും വളർത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇരുവരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസം കാണാൻ കഴിയും. ആദ്യത്തെ വ്യക്തി ഒരുപക്ഷെ ഇപ്പോഴും ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുകയായിരിക്കും, എന്നാൽ രണ്ടാമത്തെ വ്യക്തി പതുക്കെ സാമ്പത്തികമായി ശക്തനായിട്ടുണ്ടാകും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും തന്റെ പണം ചിലവാക്കിയിട്ടില്ല എന്നതാണ് ബഫറ്റിന്റെ യഥാർത്ഥ ശക്തി. പണം തനിക്കുവേണ്ടി ജോലി ചെയ്യണം എന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു, അല്ലാതെ ആ പണം പ്രകടനത്തിൽ അവസാനിച്ചു പോകരുത് എന്ന്. ലോകത്തിലെ പലർക്കും പണക്കാരായി കാണാൻ ആഗ്രഹമുണ്ട് എന്നതാണ് സത്യം. എന്നാൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ ശരിക്കും പണക്കാരാകാൻ ആഗ്രഹമുള്ളൂ. കാരണം പണക്കാരായി കാണാൻ ചിലവാക്കേണ്ടി വരും, എന്നാൽ പണക്കാരനാകാൻ സ്വയം നിയന്ത്രിക്കേണ്ടി വരും. നിങ്ങളും ജീവിതത്തിൽ പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഓരോ തവണയും എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ സ്വയം ഒരു ചോദ്യം തീർച്ചയായും ചോദിക്കുക. എനിക്ക് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ? അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ഞാനിത് വാങ്ങുന്നത്? ഈ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ശീലമാക്കിയാൽ നിങ്ങൾക്കൊട്ടേറെ അനാവശ്യ ചിലവുകളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ ചെറിയ സമ്പാദ്യങ്ങൾ പതുക്കെ വലിയ തുകയായി മാറാം. ഇതാണ് ബഫറ്റിന്റെ രണ്ടാമത്തെ ശീലം. ഇത് അദ്ദേഹത്തെ എപ്പോഴും അനാവശ്യ ചിലവുകളിൽ നിന്ന് അകറ്റി നിർത്തുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത് തുടർച്ചയായി വളരാൻ അനുവദിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇത് കേൾക്കാൻ വളരെ എളുപ്പമാണ്,
എന്നാൽ ഒരു മനുഷ്യൻ ശരിക്കും ഇത് സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ പണം ലാഭിക്കപ്പെടുന്നത് ഏതാണ്ട് ഉറപ്പാണ്. ഹാബിറ്റ് 3. ചെറിയ സമ്പാദ്യങ്ങളെ ഒരിക്കലും ചെറുതായി കാണരുത്. ബഫറ്റിന്റെ മൂന്നാമത്തെ ശീലം അദ്ദേഹം ഒരിക്കലും ചെറിയ സമ്പാദ്യങ്ങളെ ചെറുതായി കാണുന്നില്ല എന്നതാണ്. തങ്ങളുടെ പക്കൽ വലിയ തുകയില്ലെങ്കിൽ പിന്നെ സമ്പാദിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത്. കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങുമ്പോൾ സമ്പാദിക്കാം എന്ന് പലരും പറയുന്നു. എന്നാൽ ബഫറ്റിന്റെ ചിന്ത തികച്ചും വ്യത്യസ്തമാണ്. വലിയ സമ്പത്ത് എപ്പോഴും ചെറിയ സമ്പാദ്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ ചെറിയ തുക ലാഭിക്കാൻ പഠിച്ചില്ലെങ്കിൽ വലിയ തുകകൾ അവനോടൊപ്പം നിലനിൽക്കില്ല. വാറൻ ബഫറ്റ് കുട്ടിക്കാലം മുതൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ചെറുതായിരുന്നപ്പോൾ ചൂയിങ്ങും കൊക്കക്കോള കുപ്പികളും വിറ്റിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനം വളരെ ചെറുതായിരുന്നു. എങ്കിലും അദ്ദേഹം ഓരോ നാണയത്തുട്ടിന്റെയും കണക്ക് സൂക്ഷിക്കുകയും കുറച്ച് പണം എപ്പോഴും മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഓരോ നാണയവും അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വേഗം പണത്തിന്റെ ശക്തി മനസ്സിലാക്കിയത്. 50 രൂപയോ 100 രൂപയോ ലാഭിച്ചാൽ എന്ത് വ്യത്യാസം വരാനാണ് എന്നാണ് ഇന്നത്തെ കാലത്ത് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഇതേ ചെറിയ തുക കാലക്രമേണ വളരെ വലുതായി മാറും എന്നതാണ് സത്യം. ഒരാൾ ദിവസം 50 രൂപ മാത്രം മാറ്റിവെക്കുന്നു എന്ന് കരുതുക. ഇതൊരു വളരെ ചെറിയ തുകയാണെന്ന് അയാൾക്ക് തോന്നാം. എന്നാൽ അതേ വ്യക്തി വർഷം മുഴുവൻ ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് 18,000 രൂപയോളം സമ്പാദിക്കാം. ഇതേ ശീലം 5-10 വർഷം തുടർന്നാൽ ഈ തുക ലക്ഷങ്ങളായി മാറും. ബഫറ്റ് എപ്പോഴും പറയുന്നത് പണം മരം പോലെയാണ് എന്നാണ്. തുടക്കത്തിൽ അത് വളരെ ചെറുതായിരിക്കും. എന്നാൽ അതിന് സമയവും ക്ഷമയും നൽകിയാൽ അതേ ചെറിയ ചെടി വലിയ മരമായി മാറും. അതുപോലെ തന്നെ ചെറിയ സമ്പാദ്യങ്ങൾ കാലക്രമേണ വളരെ വലിയ സമ്പത്തായി മാറും. മിക്ക ആളുകളും ഉടൻ തന്നെ വലിയ ഫലം ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രശ്നം. പെട്ടെന്ന് വലിയ നേട്ടം കാണുന്നില്ലെങ്കിൽ അവർ ആ ജോലി ഉപേക്ഷിക്കുന്നു. എന്നാൽ യഥാർത്ഥ വിജയം പതിയെയാണ് രൂപപ്പെടുന്നത് എന്ന് ബഫറ്റിനറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ചെറിയ സമ്പാദ്യങ്ങളെയും വളരെ ഗൗരവമായി എടുത്തത്. മറ്റൊരു ഉദാഹരണം മനസ്സിലാക്കാം. 2 പേരുണ്ടെന്ന് കരുതുക. കൂടുതൽ പണം സമ്പാദിക്കുമ്പോൾ ലാഭിക്കാം എന്ന് ആദ്യത്തെ വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് അയാൾ ഇപ്പോൾ ഒന്നും ലാഭിക്കുന്നില്ല. രണ്ടാമത്തെ വ്യക്തി എത്ര സമ്പാദിച്ചാലും ഓരോ ദിവസവും കുറച്ചെങ്കിലും ലാഭിക്കാൻ ശ്രമിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ ചെറിയ സമ്പാദ്യങ്ങൾ അയാൾക്ക് ശക്തമായൊരു സാമ്പത്തിക അടിത്തറയായി മാറുന്നു. പണം ലാഭിക്കുന്ന ശീലത്തിനാണ് തുകയേക്കാൾ പ്രാധാന്യം എന്ന് ബഫറ്റ് വിശ്വസിക്കുന്നു. ശീലം ശക്തമാണെങ്കിൽ തുക പതുക്കെ വർദ്ധിക്കും. എന്നാൽ ശീലമില്ലെങ്കിൽ എത്ര വലിയ വരുമാനമുണ്ടായാലും പണം നിലനിൽക്കില്ല. ഇതുകൊണ്ടാണ് ബഫറ്റ് ചെറിയ സമ്പാദ്യങ്ങൾക്കും വലിയ ബഹുമാനം നൽകുന്നത്. ഓരോ ചെറിയ സമ്പാദ്യവും ഭാവിയിലെ വലിയ സമ്പത്തിന്റെ അടിത്തറയാകുമെന്ന് അദ്ദേഹത്തിനറിയാം. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ തന്നെ ചെറിയ സമ്പാദ്യങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തുക. നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം കുറച്ച് പണം മാറ്റിവെക്കാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ഇത് വളരെ ചെറുതായി തോന്നും. എന്നാൽ കാലക്രമേണ ഇതേ ശീലം നിങ്ങൾക്ക് വലിയ ശക്തിയായി മാറും. വലിയ സമ്പത്ത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്ന് ഓർക്കുക. അത് പതുക്കെ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ആ ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചെറിയ സമ്പാദ്യങ്ങൾ. ഇതാണ് ബഫറ്റിന്റെ മൂന്നാമത്തെ ശീലം. ഇത് എപ്പോഴും പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ സമ്പത്ത് തുടർച്ചയായി വളരാൻ അനുവദിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ 4ാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇത് ഒരുപക്ഷെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ശീലങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആരെങ്കിലും ഇത് സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ പണം ലാഭിക്കപ്പെടുന്നത് ഏതാണ്ട് ഉറപ്പാണ്. ഹാബിറ്റ് 4. ചിലവാക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. ബഫറ്റിന്റെ 4ാമത്തെ ശീലം അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാതെ പണം ചിലവാക്കുന്നില്ല എന്നതാണ്. ഇന്നത്തെ കാലത്ത് പലരും പെട്ടെന്നുള്ള തീരുമാനങ്ങളെടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. അവർക്കെന്തെങ്കിലും ഇഷ്ടമായാൽ ഉടൻ തന്നെ അത് വാങ്ങുന്നു. തങ്ങൾക്കതിന്റെ ആവശ്യമില്ലായിരുന്നിരിക്കാം എന്ന് പിന്നീട് പലപ്പോഴും അവർക്ക് തോന്നാറുണ്ട്. എന്നാൽ അപ്പോഴേക്കും പണം ചിലവാക്കിയിട്ടുണ്ടാകും. ബഫറ്റിന്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹം എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനു മുൻപ് വളരെയധികം ചിന്തിക്കുന്നു. അദ്ദേഹം സ്വയം വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കുന്നു: എനിക്ക് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ? ഉത്തരം വ്യക്തമല്ലെങ്കിൽ അദ്ദേഹം ആ സാധനം വാങ്ങാനുള്ള തീരുമാനം മാറ്റിവെക്കുന്നു. ഈ ചെറിയ ശീലമാണ് അദ്ദേഹത്തെ അനാവശ്യ ചിലവുകളിൽ നിന്ന് രക്ഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷത്തെ തീരുമാനത്തിന്റെ പേരിലുണ്ടാകുന്ന ഒരുപാട് ചിലവുകൾ ഉണ്ട് എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും കാണുന്നു. ആ സമയത്ത് ആ സാധനം വളരെ ആകർഷകമായി തോന്നും. ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഉടൻ തന്നെ ഓർഡർ ചെയ്യുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ സാധനം നിങ്ങൾക്കത്ര ആവശ്യമായി തോന്നില്ല. ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് ബഫറ്റ് എപ്പോഴും ഒഴിഞ്ഞുമാറുന്നു. പെട്ടെന്നെടുക്കുന്ന ചിലവുകൾ പലപ്പോഴും തെറ്റാണെന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും സ്വയം സമയം കൊടുക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കില്ല. അദ്ദേഹം കാത്തിരുന്ന് ചിന്തിക്കും, ഇത് ശരിക്കും തന്റെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ എന്ന്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ആ സാധനം അത്ര തന്നെ ആവശ്യമായി തോന്നുകയാണെങ്കിൽ അപ്പോൾ മാത്രം അദ്ദേഹം അത് വാങ്ങുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിലവുകൾ എപ്പോഴും ചിന്തിച്ചുറപ്പിച്ച ശേഷമാകുന്നത്.
ഈ ശീലത്തിന് വളരെ വലിയൊരു ഗുണമുണ്ട്. ചിലവാക്കുന്നതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അനാവശ്യ ചിലവുകൾ താനേ ഇല്ലാതാകുന്നു. ഏത് സാധനമാണ് ആവശ്യമുള്ളതെന്നും ഏതാണ് വെറും ഒരു നിമിഷത്തെ ആഗ്രഹമെന്നും നിങ്ങൾ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. പണക്കാരനാകാനുള്ള വലിയൊരു നിയമം നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് എന്ന് ബഫറ്റ് പറയുന്നു. എല്ലാ ആഗ്രഹങ്ങളും ഉടനടി നിറവേറ്റാൻ തുടങ്ങിയാൽ പണം ലാഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാകും. എന്നാൽ കുറച്ചുനേരം കാത്തിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. ഒരാൾക്ക് പെട്ടെന്നൊരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹമുണ്ടായി എന്നിരിക്കട്ടെ. അയാൾ ഉടൻ തന്നെ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഒരു 20,000-ഓ 50,000-ഓ ചിലവാക്കും. എന്നാൽ അയാൾ സ്വയം കുറച്ച് സമയം കൊടുക്കുകയും തന്റെ പഴയ ഫോൺ ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ചെയ്താൽ പുതിയ ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. ഇങ്ങനെ അയാൾക്ക് ഒരു വലിയ ചിലവിൽ നിന്നും രക്ഷപ്പെടാം. ഈ ശീലം തന്നെയാണ് ബഫറ്റിനെയും എപ്പോഴും അനാവശ്യ ചിലവുകളിൽ നിന്ന് രക്ഷിച്ചത്. പണം സമ്പാദിക്കുന്നത് എത്ര പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് അത് ശരിയായ സ്ഥലത്ത് ചിലവാക്കുന്നത് എന്ന് അദ്ദേഹത്തിനറിയാം. ഏതൊരു ചിലവിനു മുൻപും കുറച്ചുനേരം നിർത്താനും ചിന്തിക്കാനും ഒരാൾക്ക് കഴിഞ്ഞാൽ അവന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വേഗം മെച്ചപ്പെടും. കാരണം അനാവശ്യ ചിലവുകൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് പലപ്പോഴും പണം ലാഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശീലം സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരു ചെറിയ നിയമം ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ തോന്നുമ്പോൾ ഉടൻ തന്നെ തീരുമാനമെടുക്കരുത്. സ്വയം കുറച്ച് സമയം നൽകുകയും ഇത് ശരിക്കും ആവശ്യമാണോ എന്ന് ചിന്തിക്കുകയും ചെയ്യുക. പലപ്പോഴും അത് വെറും ഒരു നിമിഷത്തെ ആഗ്രഹമായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ അറിവ് പതുക്കെ പതുക്കെ നിങ്ങളുടെ പണം ലാഭിക്കാൻ സഹായിക്കും. ഇതാണ് ബഫറ്റിന്റെ 4ാമത്തെ ശീലം. ഇത് എപ്പോഴും തന്റെ ചിലവുകൾ നിയന്ത്രിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ 5ാമത്തെ ശീലത്തിലേക്ക് കടക്കാം. അത് കാണാൻ വളരെ സാധാരണമാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കിയാൽ അവന്റെ പണം വളരെ വേഗത്തിൽ ലാഭിക്കാൻ തുടങ്ങിയേക്കാം. ഹാബിറ്റ് 5. കടത്തിൽ നിന്നും കഴിയുന്നത്ര അകന്നു നിൽക്കുക. ഇന്നത്തെ കാലത്ത് പലരും ചിന്തിക്കാതെ തന്നെ കടം വാങ്ങുന്നു. ക്രെഡിറ്റ് കാർഡ്, ലോൺ, EMI ഇതെല്ലാം വളരെ എളുപ്പമായതിനാൽ ആളുകൾ പലപ്പോഴും ആവശ്യമില്ലാതെ തന്നെ കടമെടുക്കുന്നു. തുടക്കത്തിൽ ഇതെല്ലാം വളരെ എളുപ്പമായി തോന്നും. ഇപ്പോൾ സാധനം വാങ്ങാം, പിന്നീട് പതുക്കെ പണം നൽകാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ഈ ശീലം പതുക്കെ മനുഷ്യനെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കുന്നു. കടം എന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണെന്ന് ബഫറ്റ് എപ്പോഴും പറയുന്നു. നിങ്ങൾക്ക് കടമുള്ളപ്പോൾ നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ആ കടം വീട്ടാൻ മാത്രം പോകുന്നു. ഇതുവഴി നിങ്ങൾക്കൊരിക്കലും സ്വന്തമായി പണം സ്വരൂപിക്കാൻ കഴിയില്ല. ബഫറ്റ് തന്റെ ജീവിതത്തിൽ എപ്പോഴും കടത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കഴിവിന് അപ്പുറത്താണെങ്കിൽ അതിനായി കാത്തിരിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത്രയും പണം ലഭിക്കുമ്പോൾ മാത്രം ആ സാധനം വാങ്ങുക. ഇതിലൂടെ നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കുകയും നിങ്ങളുടെ മേൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെപ്പോലെ കാണണം എന്ന ഒറ്റക്കാരണത്താലാണ് ഇന്ന് പലരും കടമെടുക്കുന്നത്. മറ്റൊരാൾക്ക് പുതിയ കാറുണ്ട്, മറ്റൊരാൾക്ക് പുതിയ ഫോണുണ്ട്, മറ്റൊരാൾ വലിയ വീട് വാങ്ങി, നമുക്കും അതെല്ലാം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ബഫറ്റിന്റെ ചിന്ത തികച്ചും വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ ദുർബലപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. ഒരാൾ വില കൂടിയ ഫോൺ വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു എന്ന് കരുതുക. ആ സമയത്ത് അയാൾക്കത് വളരെ എളുപ്പമാണെന്ന് തോന്നി. എന്നാൽ ആ പണം സമയത്ത് തിരികെ നൽകാൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് പലിശ ഈടാക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ആ ചെറിയ തുക വലുതായി മാറുകയും പിന്നീട് ആ വ്യക്തി വളരെ കാലം ആ കടം വീട്ടുന്നതിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പലിശ 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ബഫറ്റ് പറയുന്നു. നിങ്ങൾ പണം ലാഭിച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ പലിശ നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങളുടെ പണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ അതേ പലിശ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ പണം കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി എപ്പോഴും പലിശ തനിക്കെതിരായല്ല, തനിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ശ്രമിക്കുന്നു. ഇതുകൊണ്ടാണ് ബഫറ്റ് കടത്തെ വളരെ ഗൗരവമായി കാണുന്നത്. ഒരു വ്യക്തി കടക്കെണിയിൽപ്പെട്ടാൽ അവന് പണം ലാഭിക്കാനും മുന്നോട്ടു പോകാനും വളരെ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിനറിയാം. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ശക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ കടമെടുക്കുന്നതിന് മുൻപ് 10 തവണ ചിന്തിക്കുക. ഇതിനായി കടമെടുക്കേണ്ടത്ര പ്രധാനപ്പെട്ട കാര്യമാണോ ഇതെന്ന് സ്വയം ചോദിക്കുക. പലപ്പോഴും ആ സാധനമില്ലാതെയും നിങ്ങളുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ കുറച്ചുനേരം കാത്തിരിക്കുകയാണെങ്കിൽ കടമില്ലാതെ തന്നെ അത് നിങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞേക്കും. ഈ ധാരണ പതുക്കെ പതുക്കെ നിങ്ങളെ സാമ്പത്തികമായി ശക്തനാക്കുന്നു. പണക്കാരനാകാനുള്ള വഴി എപ്പോഴും ക്ഷമയിലൂടെയും വിവേകത്തിലൂടെയുമാണ് കടന്നുപോകുന്നതെന്ന് ഓർക്കുക. ധൃതിയും കടവും പലപ്പോഴും മനുഷ്യനെ ആ വഴിയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. ഇതാണ് ബഫറ്റിന്റെ 5ാമത്തെ ശീലം. ഇതെപ്പോഴും അദ്ദേഹത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് അരികിൽ നിർത്തി. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ 6ാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇതൊരു പക്ഷേ ഏറ്റവും രസകരമായ ശീലങ്ങളിലൊന്നാണ്. ഇത് സ്വീകരിച്ച ശേഷം നിങ്ങളുടെ പണം തനിയെ ലാഭിക്കാൻ തുടങ്ങും. ഹാബിറ്റ് 6. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുക. 6ാമത്തെ ശീലം, അവർ പണം ലാഭിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, മറിച്ച് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും അത്രത്തോളം തന്നെ ശ്രദ്ധിക്കുന്നു എന്നതാണ്.
പലരും പണം ലാഭിക്കാൻ ശ്രമിക്കാറുണ്ട്, എന്നാൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ അധികം ചിന്തിക്കുന്നില്ല. അവർ ഒരേ വരുമാനം നേടുകയും അതിൽ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബഫറ്റിന്റെ ചിന്ത കുറച്ച് വ്യത്യസ്തമാണ്. ചിലവ് കുറയ്ക്കുന്നതിൽ മാത്രം നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ അതിന് ഒരു പരിധിയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങൾക്കെപ്പോഴും ചിലവ് കുറയ്ക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വേഗത്തിൽ മെച്ചപ്പെടും. ബഫറ്റും തന്റെ ജീവിതത്തിൽ ഇതുതന്നെയാണ് ചെയ്തത്. കുട്ടിക്കാലത്ത് അദ്ദേഹം പത്രങ്ങൾ വിൽക്കുക മാത്രമല്ല, പല ചെറിയ ജോലികളും ചെയ്തു. അദ്ദേഹം ച്യൂയിംഗം വിറ്റു, കൊക്കക്കോള കുപ്പികൾ വിറ്റു, പിന്നീട് ചെറുപ്പത്തിൽ തന്നെ പിൻബോൾ മെഷീന്റെ ചെറിയൊരു ബിസിനസ്സും ആരംഭിച്ചു. പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നു. ഈ ശീലം അദ്ദേഹത്തെ പതുക്കെ മുന്നോട്ട് നയിച്ചു. പണം ലാഭിക്കുന്ന ശീലം വളരെ പ്രധാനമാണ് എന്നതാണ് സത്യം. എന്നാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ലെങ്കിൽ ലാഭിക്കുന്നതിന്റെ വേഗതയും വളരെ കുറവായിരിക്കും. അതിനാൽ ബുദ്ധിമാനായൊരു വ്യക്തി തന്റെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് എപ്പോഴും ചിന്തിക്കുന്നു. ഇന്നത്തെ കാലത്ത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഒട്ടേറെ വഴികളുണ്ട്. ആർക്കും പുതിയൊരു നൈപുണ്യം പഠിക്കാം. ഒരു ചെറിയ സൈഡ് ജോലി തുടങ്ങാം. ഒരാൾക്ക് തന്റെ അറിവ് ഉപയോഗിച്ച് പുതിയ വരുമാനമാർഗം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ കഴിവ് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം സ്വയമേവ വർദ്ധിക്കാൻ തുടങ്ങുമെന്ന് ബഫറ്റ് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും മികച്ച നിക്ഷേപമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. കാരണം നിങ്ങൾ പഠിക്കുന്ന അറിവും നൈപുണ്യവും ആർക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. 2 പേരുണ്ടെന്ന് കരുതുക. ആദ്യത്തെ വ്യക്തി എല്ലാ മാസവും കുറച്ച് പണം ലാഭിക്കുന്നു, എന്നാൽ തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അയാൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ വ്യക്തി ലാഭിക്കുകയും അതോടൊപ്പം തന്റെ അറിവും നൈപുണ്യവും എങ്ങനെ മികച്ചതാക്കാം എന്നും ചിന്തിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ വ്യക്തി ആദ്യത്തെ വ്യക്തിയേക്കാൾ വളരെ മുന്നിലെത്താം, കാരണം അയാളുടെ വരുമാനവും ലാഭവും വർദ്ധിച്ചിട്ടുണ്ടാകും. ബഫറ്റ് എപ്പോഴും ഇതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹം തന്റെ ചിന്തയും അറിവും അനുഭവവും തുടർച്ചയായി വർദ്ധിപ്പിച്ചു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ കാലക്രമേണ കൂടുതൽ മികച്ചതായി മാറിയത്. നിങ്ങൾ ശരിക്കും പണം ലാഭിക്കാനും മുന്നോട്ടു പോകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിലവ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. നിങ്ങളുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും കൂടി ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ സമ്പാദിക്കാനും എളുപ്പമാകും. ഇതാണ് ബഫറ്റിന്റെ 6ാമത്തെ ശീലം. ഇത് പണം ലാഭിക്കാൻ മാത്രമല്ല, തന്റെ സമ്പത്ത് വേഗത്തിൽ വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തെ സഹായിച്ചു. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ 7ാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ഇത് വളരെ സാധാരണമായി തോന്നുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ഇത് മനസ്സിലാക്കിയാൽ അവന്റെ പണം മുൻപത്തേക്കാൾ കൂടുതൽ വിവേകത്തോടെ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങും. ഹാബിറ്റ് 7. ലളിതമായ ജീവിതം നയിക്കുക. പണക്കാരനാകുക എന്നാൽ വിലകൂടിയ ജീവിതം നയിക്കുക എന്നാണ് ഇന്നത്തെ ലോകത്ത് പലരും വിശ്വസിക്കുന്നത്. വലിയ കാർ, വലിയ വീട്, വിലകൂടിയ വസ്ത്രങ്ങൾ, പ്രകടനപരമായ ജീവിതം. എന്നാൽ വാറൻ ബഫറ്റ് തന്റെ ജീവിതം മുഴുവൻ തെളിയിച്ചത് യഥാർത്ഥ സമ്പത്ത് ലാളിത്യത്തിലായിരിക്കാം എന്നാണ്. 1958 വാങ്ങിയ അതേ വീട്ടിലാണ് ഇന്നും ബഫറ്റ് താമസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ അദ്ദേഹം എണ്ണപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലളിതമാണ്. അനാവശ്യമായ ആഡംബര വസ്തുക്കൾക്ക് പിന്നിൽ അദ്ദേഹം പണം ചിലവാക്കുന്നില്ല. അദ്ദേഹത്തിന് പണം കാണിക്കാനുള്ള ഒരു വസ്തുവല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതം ലളിതമാക്കുമ്പോൾ അവന്റെ ചിലവുകൾ താനേ കുറയുന്നു. ചിലവുകൾ കുറയുമ്പോൾ സമ്പാദ്യം വർദ്ധിക്കുന്നു എന്നതാണ് സത്യം. പലരും തങ്ങളുടെ ജീവിതത്തെ ആവശ്യമില്ലാതെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തങ്ങൾക്ക് ശരിക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ അവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ഈ സാധനങ്ങളിൽ അവസാനിക്കുന്നു. സന്തോഷവാനായിരിക്കാൻ കൂടുതൽ സാധനങ്ങൾ ആവശ്യമില്ലെന്ന് ബഫറ്റ് എപ്പോഴും മനസ്സിലാക്കിയിരുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷം വിലകൂടിയ വസ്തുക്കളിലല്ല, മറിച്ച് അവന്റെ ബന്ധങ്ങളിലും അവളോടൊപ്പമുള്ള ആളുകളിലും അവന്റെ ജോലിയിലും ചിന്തയിലുമാണ്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും തന്റെ ജീവിതം ലളിതമായി നിലനിർത്തി. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. 2 പേരുണ്ടെന്ന് കരുതുക. ആദ്യത്തെ വ്യക്തി എപ്പോഴും തന്റെ ജീവിതശൈലി മറ്റുള്ളവരെക്കാൾ മികച്ചതായി കാണിക്കാൻ ശ്രമിക്കുന്നു. ആളുകളെ ആകർഷിക്കാൻ അയാൾ എപ്പോഴും പുതിയ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുകയും ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ വ്യക്തി സാമ്പത്തികമായി കൂടുതൽ ശക്തനാകും, കാരണം അയാൾ തന്റെ പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവാക്കിയിട്ടില്ല. ലളിതമായ ജീവിതം നയിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കുക എന്നല്ല. നിങ്ങളുടെ ചിലവുകൾ നിങ്ങൾ വിവേകത്തോടെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനർത്ഥം. ഒരു മനുഷ്യൻ തന്റെ ജീവിതം ലളിതമാക്കുമ്പോൾ പണത്തിന് പിന്നാലെ പായുന്നതിന് പകരം അത് ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ അവൻ പഠിക്കുന്നു. ബഫറ്റിന്റെ വിജയത്തിന് പിന്നിൽ ഈ ലാളിത്യവും വലിയൊരു കാരണമാണ്. പ്രകടനത്തിന്റെ ഭാരം കൊണ്ട് തന്റെ ജീവിതത്തെ ഭാരപ്പെടുത്താൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല. തന്റെ പണം വർദ്ധിപ്പിക്കുന്നതിലും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിലും അദ്ദേഹം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ശക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം അല്പം ലളിതമാക്കാൻ ശ്രമിക്കുക. അനാവശ്യ ചിലവുകൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. മുൻപത്തേക്കാൾ കൂടുതൽ പണം നിങ്ങളിൽ ബാക്കിയാകാൻ തുടങ്ങിയതായി നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാകും. പണത്തിന്റെ കണക്ക് തീർച്ചയായും സൂക്ഷിക്കുക.
ഇന്ന് പലരും പണം സമ്പാദിക്കുന്നുണ്ട്, എന്നാൽ തങ്ങളുടെ പണം എവിടെയാണ് ചിലവാകുന്നതെന്ന് അവർക്ക് കൃത്യമായി അറിയില്ല. മാസത്തിന്റെ തുടക്കത്തിൽ ശമ്പളം വരുന്നു, പതുക്കെ പതുക്കെ പണം പല ചിലവുകളിലായി പോകുന്നു. മാസാവസാനം പലരും പറയുന്നത് പണം എവിടെ പോയെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ്. ഇവിടെയാണ് ബഫറ്റിന്റെ ചിന്ത തികച്ചും വ്യത്യസ്തമാകുന്നത്. അദ്ദേഹം തന്റെ പണത്തെക്കുറിച്ചെപ്പോഴും ബോധവാനാണ്. തന്റെ പണം എവിടെ പോകുന്നുവെന്നും എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാം. മനുഷ്യൻ തന്റെ പണത്തിന്റെ കണക്കുകൾ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ ജീവിതത്തിൽ ഏതൊക്കെ ചിലവുകളാണ് ആവശ്യമുള്ളതെന്നും ഏതൊക്കെയാണ് തികച്ചും അനാവശ്യമെന്നും അവന് മനസ്സിലാകാൻ തുടങ്ങുന്നു. വളരെ ചെറിയ ചിലവുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന് ദിവസവും പുറത്തുനിന്ന് ചായ കുടിക്കുക, ചെറിയ സാധനങ്ങൾ വീണ്ടും വീണ്ടും ഓൺലൈനായി വാങ്ങുക, അല്ലെങ്കിൽ ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചിലവാക്കുക. ആ സമയത്ത് ഈ ചിലവുകൾ വളരെ ചെറുതായി തോന്നും. എന്നാൽ മാസാവസാനം ഈ ചെറിയ തുകകളെല്ലാം ചേർന്ന് ഒരു വലിയ തുകയായി മാറുന്നു. നിങ്ങളുടെ പണത്തെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പണം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമെന്ന് ബഫറ്റ് എപ്പോഴും വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പണത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകുക എന്നതാണ് ആദ്യപടി. നിങ്ങൾ ഓരോ ചിലവുകളും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയൊക്കെ ചിലവ് കുറയ്ക്കാം എന്ന് നിങ്ങളുടെ തലച്ചോറ് താനേ ചിന്തിക്കാൻ തുടങ്ങും. ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാക്കാം. ഒരു വ്യക്തി മാസം മുഴുവനും തന്റെ എല്ലാ ചിലവുകളും എഴുതാൻ തുടങ്ങുന്നു എന്ന് കരുതുക. തുടക്കത്തിൽ അയാൾക്ക് അതല്പം വിചിത്രമായി തോന്നാം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തനിക്ക് ശരിക്കും ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും താൻ പണം ചിലവാക്കുന്നുണ്ടെന്ന് അയാൾക്ക് കാണാൻ കഴിയും. ഈ ധാരണ പതുക്കെ പതുക്കെ അവന്റെ ചിലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ബഫറ്റിന്റെ വിജയത്തിനു പിന്നിലെ വലിയൊരു കാരണം അദ്ദേഹത്തിന്റെ ഈ അവബോധം കൂടിയാണ്. വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ പണം വളരുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. ഒരു വ്യക്തിക്ക് തന്റെ പണത്തെക്കുറിച്ച് തന്നെ അറിവില്ലെങ്കിൽ അവന് പണം ലാഭിക്കുക വളരെ ബുദ്ധിമുട്ടായി മാറുന്നു.